ഇവനിപ്പോ റിലാക്സ് ആയല്ലോ. അങ്ങനെ അവൻ ഒരിക്കലും സമ്മതിക്കരുത്. അവൻ റിലാക്സ് ആവാൻ പാടില്ല. അയ്യോ വീട് ചൊറിയുന്നേ. ഇല്ല, ചൊറിയുന്നില്ല. ഇട കഴുതേ, എനിക്ക് ചൊറിയുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്താണ് എനിക്ക് ദേഹം മുഴുവൻ ചൊറിയുന്നേ. ചേട്ടാ ചേട്ടൻ വിചാരിക്കുന്ന ആളെ ഞാനല്ല. അയ്യോ എന്റെ പുറം മുഴുവൻ ചൊറിയുന്നേ. അയ്യേ നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്ത് പറ്റി? ബണ്ണി, നമ്മുടെ സോർദാർ ചൊറിയുന്ന സ്ഥലം തെറ്റാണ്. അല്ല, ചൊറിയുന്നത് ശരിക്കുള്ള സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ നാട്ടുകാരാണ് എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ആണുങ്ങളൊന്നും അത്ര ശരിയല്ല. ചൊറിച്ചിലുണ്ടാവുന്നത് എവിടെയാണോ ആ സ്ഥലം ശരിയല്ല. സംശയമുണ്ടോ? സോർദാറെ, നിന്റെ ചൊറിച്ചിൽ കൂടി കൂടി വരുവാണല്ലോ. വാ, നമുക്ക് ബാലു ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അയ്യോ ഡോക്ടർ ബാലുവോ? വേണ്ട വേണ്ട. ഇതൊക്കെ കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഈ ചൊറിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും. മൂലയിലും ഉണ്ടാവും. അത് വ്യാപിച്ചോണ്ടിരിക്കും. എന്നാ വാ ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. എന്നാ വേഗം വാ, നമുക്ക് ഡോക്ടർ ബാലുവിന്റെ അടുത്ത് തന്നെ പോകാം. എന്താ ഇത്? ഒന്ന് അടങ്ങി കിടക്ക്. സോറി. പോപ്പട്ടിൽ നിന്ന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോ അകത്തുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. നമുക്ക് കുറച്ച് ടെസ്റ്റ് എടുക്കാം. എന്നാ പിന്നെ ജിലേബി ടെസ്റ്റ് ചെയ്യാം. സോർദാറിന് ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. തലച്ചോറ് മരത്തിലുണ്ടാവുന്നതായിരുന്നെങ്കിൽ ഹണിയെ പോലുള്ള പൊട്ടന്മാർക്ക് ഉപയോഗമായേനെ. ആവശ്യമുള്ളപ്പോ പറിച്ചെടുത്താൽ മതിയല്ലോ. സംശയമുണ്ടോ? ഇവിടെ ഒരു ഞാൻ ഭക്ഷണം ടെസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ വേണ്ട. ഓ ഓ ആണി, ഒരു കാര്യം ചെയ്യൂ. സോർദാറിന് കഴിക്കാൻ വേണ്ടി പാലക്കിന്റെ സാധാരണ സൂപ്പ് കൊടുത്താൽ മതി. നിർത്തൂ, ബസ് നിർത്തൂ. കൊച്ചലിയ, ഈ ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ വേണ്ട. നിന്റെ കാര്യം ഞാൻ എളുപ്പമാക്കിയില്ലേ. അതിരിക്കട്ടെ, കറുത്ത എങ്ങോട്ടാ പോകുന്നേ? പോകുമായിരുന്നില്ല, കൂടെ വന്നതാ. ഒരു ബാഗ് ബസ്സിൽ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ ഓടി വന്നതാ. എന്നാ പിന്നെ അടുത്ത ബസ് പിടിച്ചാൽ വന്നോളും. എന്തായാലും നിനക്കിനി ബസിന്റെ പുറകെ ഓടേണ്ട ആവശ്യം വരില്ലല്ലോ. ഇത്തവണ നിങ്ങളുടെ സ്നേഹത്തിന് ഇരയായി പോയത് ആ പാവം കറുത്തയായി പോയി. സംശയമുണ്ടോ? ഞാൻ കവിത ചൊല്ലി കേൾപ്പിക്കാം. വേണ്ട, നീ ഇറങ്ങ്, ഞാൻ കാല് തിരിച്ചു തരാം. നീ ചെറുതാണ്, ഞാൻ സ്നേഹത്തോടെ നിനക്ക് കവിത ചൊല്ലി കേൾപ്പിച്ചു തരാം. നീ വലുതാണ്, നീ ഇറങ്ങിക്കോ, ഞാൻ സ്നേഹത്തോടെ നിന്റെ കാല് തിരുമ്മി തരാം. ഒരു കൊച്ചാളിന്റെ കടമ ഞാൻ ചെയ്യും. എന്നാ പിന്നെ ശരി, നീ കാല് തിരുമിക്കോ, ഞാൻ കവിത ചൊല്ലി കേൾപ്പിക്കാം. ഉണ്ണിയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞുറങ്ങുറങ്ങ്, കണ്ണനെ കണ്ടു കണ്ട് ചിരിച്ചുറങ്ങ ആരിരാരോ ആരിരാരോ. ഉറങ്ങന്റെ കൊച്ചളിയ, ഉറങ്ങാത്തത് എന്താ നീ? എന്റെ കൊച്ചളിയൻ എന്തിനാണ് എറിഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കടാ. മതി, നിർത്തിക്കോടെ ഈ കോപാളിത്തരം. നിന്റെയൊക്കെ സ്നേഹം കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാനേ പറ്റുന്നില്ല. പോപ്പട്ടെ, ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തേ മതിയാകൂ. നല്ല കാലാവസ്ഥയാണ്, മനസ്സ് നിറയെ കുളിർമയാണ്.
മനസ്സിലുള്ളത് തുറന്നു പറയാൻ നല്ല നേരമാണിത്. അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത്. ആ ആകാശത്തിലെ പൂർണ്ണചന്ദ്രൻ, സമുദ്രത്തിലെ അലകൾ, അതിന് നടുക്കുള്ള ഈ പൂങ്കാവനം എന്റെ മനസ്സിന് കുളിർമയാണ്. എന്റെ നല്ല ഫ്രണ്ടിന് വേണ്ടി ഞാനൊരു സമ്മാനം തരാം. ഇവിടെ ഒരു ഇതാ എത്തിപ്പോയി. വാവ്, ടൊമാറ്റോ ജ്യൂസ്. എടാ കഴുതേ, നീ എന്തിനാ ടൊമാറ്റോ ജ്യൂസ് കൊടുത്തത്? എനിക്കറിയാന്നേ, അവർക്ക് ഈ ജ്യൂസ് വളരെ ഇഷ്ടമാണ്. പിന്നെ എങ്ങനെ മോതിരം കാണൂടാ? ഇവിടെ ഒരു ഇവൾ മോതിരം പിടുങ്ങി. അയ്യോ, എന്നെ വിട്. നിങ്ങൾ മോതിരം പുറത്തെടുക്കാണോ അതെന്റെ ജീവൻ പുറത്തെടുക്കാണോ? തൊണ്ടയിൽ കുടുങ്ങിയ സാധനം ഇങ്ങനെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. എടോ വൃത്തികെട്ട കരടി, ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത്? മാറി നിൽക്ക്, ഞാൻ പോവാണ്. അയ്യോ വേണ്ട, നിൽക്കൂ. അയ്യോ, ഇവിടെ കിടന്ന് എന്താ കാണിക്കുവാ? വേഗം പോ, അങ്ങോട്ട് ചെല്ല്. എന്റെ പുറകെ വന്നു പോകരുത്. ഇവിടെ ഒരു നിങ്ങളുടെ ഒടുക്കടുത്ത വായന ഇവിടെ നിർത്തൂ. എന്റെ പല്ലവി എന്റെ വീട്ടിൽ പോയി. അളിയാ, ഇവൻ എന്താ പറഞ്ഞത്? ഒരു ചെറിയ ഈച്ച ഇവനെ എന്തോ ചെയ്യാനാണെന്നോ? നോക്കളിയാ, അവന്റെ ഉറക്കവും പോയി, ഭക്ഷണവും പോയി, എല്ലാം പോയി. ഞങ്ങളോടാ നിന്റെ കളി. ഇനിയും നിന്റെ അവസ്ഥ ഇതിലും മോശമാക്കിക്കൊണ്ടിരിക്കും ഞങ്ങൾ. നോക്ക്, ഞാൻ ഇപ്പൊ തന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. എടാ, സത്യത്തിൽ നിനക്കൊരു ചൊറിച്ചിലുമില്ല. ഞങ്ങൾ നിന്നെ കടിക്കുമായിരുന്നു. എന്താ? ശരി, ഇനി ഞങ്ങളോട് വേഗം മാപ്പ് പറ, അല്ലെങ്കിൽ ഇതിലും വലിയ മോശാവസ്ഥയിലേക്ക് ഞങ്ങൾ നിന്നെ കൊണ്ടുപോകും. നീയൊക്കെ എന്താ വിചാരിച്ചേ? ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇങ്ങനെ അവസ്ഥ വരുമ്പോ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ ആക്കും. നിങ്ങൾ മണ്ടന്മാരാ, വൃത്തിയേട്ടവന്മാരാ, ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അറിയാഞ്ഞത്. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കരുത്. അതെന്താ? നിങ്ങൾ വെറും ഈച്ചകളാണ്. അളിയാ, വേഗം വെക്കോ, ഇനി ഇവിടെ നിന്നാ നമ്മൾ ക്ലോസ് ആകും. ഓടിക്കോ. എന്തു മറന്നാലും സ്വന്തം നില മാത്രം മറക്കരുത്. ഉറുമ്പുകളെ കൊണ്ട് ഒരു കാരണവശാലും ഒരാനെ ചവിട്ടി താഴെ ഇടാൻ പറ്റില്ല. സംശയം. ശരിയെന്നാ, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. എന്തു പറ്റി ഡോക്ടർ ബാലു? നിങ്ങൾ എന്തിനാണ് എന്നെ പിന്നെയും വിളിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ആദ്യം ഒന്ന് ഇരിക്ക്, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട എന്ന്. ഞാൻ തന്നെ കസാരയിട്ട് ഇരുന്നോളാം. സോറി, ഞാൻ അറിയാതെ ചെയർ വലിച്ചു പോയതാ. നിങ്ങളിരിക്കെ, ഞാനും ഇരിക്കാം. നമുക്ക് മാനേജരെ വിളിക്കാം. മാനേജർ, ഇവിടെ വരൂ. ഹലോ സാർ. ഹലോ മേഡം. ഹായ്. നിങ്ങൾ മുത്താണ്, നാടിന്റെ സ്വത്താണ്, തേങ്ങ കൊത്താണ്. അതുതന്നെ ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ മാലാഖയാണ്, മാലാഖ. താങ്ക്സ്. ഇവിടെ വരൂ. എടോ വൃത്തികെട്ട മാനേജർ, എല്ലാം നീ തന്നെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് പറയുക? എന്റെ മനസ്സ് എങ്ങനെ ഞാൻ തുറന്നു കാണിക്കും? ഇവരുടെ മുന്നിൽ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ എങ്ങനെ തുറന്നു കാണിക്കും? അങ്ങോട്ട് പോടേ. മനസ്സിലായി? ഇനി ഒരിക്കലും അബദ്ധങ്ങൾ. എന്റെ കൊച്ചളിനെ നീ ഇടിക്കുമല്ലേടാ? തെറ്റാണ്, ഡിസ്ക്വാളിഫൈഡ്. കണ്ട കൊച്ചളിയാ, 2 ഇടി കൊണ്ടപ്പോ തന്നെ അവൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോയി. എന്റെ വല്യളിയാ, അവനല്ല, ഞാനാ ഡിസ്ക്വാളിഫൈഡ് ആയി പോയത്. ഞങ്ങളിതാ ഇവിടെ ചമ്മന്തിയുമായി.
സോറദാറ് ലഡു ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ കഴിക്കുകയാടി, കഴിക്ക്. എടാ നിങ്ങൾ എന്താ ഈ കാട്ടി കൂട്ടുന്നത്? നിനക്ക് കണ്ടുകൂടെ എന്റെ വെല്ലുവിളിനെ ഞാൻ സ്നേഹത്തോടെ ലഡു കഴിപ്പിക്കുക. എടാ അത് തുപ്പടാ തുപ്പ്. ഞാൻ അതിൽ എലിയെ കൊല്ലാനുള്ള വിഷം ചേർത്തിട്ടുണ്ടടാ. എന്റെ ബണ്ണി, നിന്റെ സ്നേഹം ഇപ്പൊ അവനെ ശ്മശാനത്തിൽ എത്തിച്ചേനെ. എന്റെ വല്യേട്ടാ, എന്റെ കൊച്ചനിയാ. ചേട്ടാ, ചേട്ടൻ എനിക്ക് എല്ലാ പാട്. ചേട്ടൻ ഇതുവരെ ഈ എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നിരിക്കുന്നു. സത്യത്തിൽ ഇതൊക്കെ വലിയേട്ടന്റെ കടമയല്ലേ കൊച്ചനിയാ. അപ്പൊ ഇനി ഞാൻ ഒരു കൊച്ചനിയന്റെ എല്ലാ കടമകളും ചെയ്യും. സത്യം. മതി പൊപ്പട്ടെ മതി. ഇങ്ങനെ ഒന്നും ഇമോഷൻ ആവാൻ പാടില്ല എന്റെ ചങ്ങാതി. അയ്യോ എന്റെ അമ്മേ. ഇങ്ങനെ കിടന്ന് കരയില്ല എന്റെ പോപ്പട്ടെ. എടാ എന്നെ വിടറാ കഴുതേ. എനിക്ക് ജലദോഷമായിരുന്നു. ഞാൻ തുമ്മാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, അല്ലാതെ കരയൊന്നും അല്ല. സവോള അരിഞ്ഞ കൈകൊണ്ടാ ഈ സോർദാറ് എന്റെ കണ്ണി തൊട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബഹളം വെച്ചത്. അത് മാത്രമല്ല, ഈ ഹണി മസാല പുരണ്ട കൈകൊണ്ടാ എന്റെ കണ്ണി തൊട്ടത്. നീ ക്രീം ബിസ്ക്കറ്റിന്റെ ബില്ലാണ്. പഴയ വീട്ടിലെ കറണ്ട് ബില്ലാണ്. നിനക്ക് കൂടിയത് ഒരു എല്ലാണ്. എന്താ? നിന്റെ ഹൃദയം ഒരു കല്ലാണ്. ഇത്രയും ഇമോഷണൽ ഫിലിം കണ്ടിട്ടും ഇവന്റെ മനസ്സിൽ കുലുക്കൊണ്ടെന്ന് നോക്കിയേ. ഒരു ചേട്ടന്റെ അനിയന്റെ സ്നേഹം കണ്ടിട്ട് ഇവന്റെ കണ്ണ് നനഞ്ഞതേ ഇല്ല. എല്ലാ ഇമോഷൻസും അങ്ങനെ കാണാൻ പറ്റില്ല. ഇമോഷനും പിന്നെ ലൂസ് മോഷനും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ തനിയെ ഇങ്ങി വന്നോളും. സംശയമുണ്ടോ? അപ്പൊ നിനക്ക് ലൂസ് മോഷൻ ആണ് ഉണ്ടായത്? അല്ലേ അല്ല, ഇമോഷനാണ് ഉണ്ടായത്. അല്ലാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത് ഏവ സവാള മുറിച്ചുകൊണ്ടൊന്നും അല്ല. സംശയമുണ്ടോ? May I help you, ma'am? ഞാൻ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Sure, ma'am. അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ബാല ഡോക്ടറെ ഇപ്പൊ പൂവിക്കുന്ന കച്ചവടം തുടങ്ങിയിരിക്കുക. ഇട കഴുതേ, പൂ വിൽക്കാൻ വേണ്ടിയല്ല, ആർക്കോ കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. How are you? ഇത്രയധികമോ? ഇത് ഒന്നുമല്ല. എന്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള പൂ മുഴുവൻ നിനക്ക് കൊണ്ടുതരണം എന്നാണ്. എന്തിനാ ഇതൊക്കെ? എന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് വിളിച്ചു പറയാൻ വേണ്ടിയായിരുന്നു. എന്റെ മനസ്സിനുള്ളിൽ ഒരു കോരിത്തരിപ്പ്. ഞാനിപ്പോ ഒരു തേനീച്ചയെ പോലെ നിന്നെ ചുറ്റി വരികയാണ് പല്ലു. എടോ മരമണ്ട, എന്തിനാ ഈ പല്ലു എന്നൊക്കെ പറയുന്നേ? എന്റെ പേര് പല്ലവി എന്നാണ്. നീ എന്ന മണ്ണിൽ നിന്നും എന്റെ മനസ്സിലുള്ള പ്രണയം ഒരു ചെടിയായി ഞാനിപ്പോൾ വളർത്താൻ പോവുകയാണ്. ജീവിതമെന്ന വള്ളത്തിൽ നിന്നോടൊപ്പം ഞാൻ കടലിൽ ജീവിതമെന്ന വള്ളം ആഘോഷമാക്കാൻ പോവുകയാണ്. ഈ മോതിരം നീ സ്വീകരിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു പങ്കാളിയായി എന്നെ മാറ്റണം. ഇത് നിരസിക്കരുത്. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. നീ എന്നെ പ്രൊപ്പോസ് ചെയ്യുകയാണോ അതോ മലയാളം എക്സാമിന് പഠിക്കും? നിങ്ങൾക്കറിയോ ഡോക്ടർ ബാലു, നിങ്ങൾ വളരെ നല്ലൊരാളാണ്. പക്ഷേ ഞാനൊരിക്കലും നിങ്ങളെ അങ്ങനെ ഒരു കണ്ണിൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ കണ്ണട വെച്ച് ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഒന്ന് കാണാനായി ശ്രമിക്കുക. നീ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ എന്നെ കാണാനായി സാധിക്കും. സോറി, എനിക്ക് ഈ പ്രൊപ്പോസൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ വരൂ. നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? കഴിക്കാൻ വന്നതോ ജ്യൂസ്. പക്ഷെ നിങ്ങളുടെ ഈ കോപ്രായം കണ്ടപ്പോ ഞങ്ങൾക്ക് പോയത് ജ്യൂസാ. സോറി ഡോക്ടർ ബാലു, മൊത്തത്തിൽ കുളവായല്ലേ. ഇതൊന്നും ഒരു വലിയ കാര്യമേ അല്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ ഒരു ട്രെയിൻ പോയി കഴിയുമ്പോൾ മറ്റൊരു ട്രെയിൻ തീർച്ചയായും വരും. സംശയമുണ്ടോ? Your order, sir. Mango cake. ഇപ്പോഴിവിടെ എന്റെ മനസ്സ് ചീഞ്ഞുപോയ മാങ്ങ പോലെ ആയിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും ദുഷ്ടന്മാരാണ്. മനസാക്ഷി എന്ന ഒരു കാര്യം ഇല്ലാത്തവരാണ്. അപ്പോൾ നിന്റെ ഒരു കേക്ക് എടുത്തോണ്ട് പോടാ.
കാശ് കൊടുത്ത് വാങ്ങിയ കേക്കല്ലേ, എന്തിനാ എടുത്തോണ്ട് പോകുന്നത്? കഴിച്ചു തീർത്തേക്കാം. നീ എന്താ ടൈം ബാമ്പ് വെച്ചാണോ അത് കൊണ്ടുവന്നത്? നിങ്ങൾ കരയുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ എന്തിനാ കുളിപ്പിക്കുന്നേ? എന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല ഹണി. പല്ലു എന്റെ കൂടെയില്ല, എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്നെ വിട്ടു പോയി. ഞാൻ 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 ഒന്നിനും കൊള്ളില്ല, എന്റെ ഹെയർ സ്റ്റൈല് കൊള്ളില്ല, പിന്നെ ഞാൻ തടിയനുമാണ്. അതെ, അത് സത്യമല്ലേ? വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഡോക്ടർ ബാലു ആണ്. ഓഹോ, അത് ശരി. കറങ്ങുന്ന ഈ ഭൂമിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും മുഴുവൻ കാണാൻ പറ്റില്ല. അത് ശരി, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ ബാലു കണ്ണാടി വെച്ചിരിക്കുന്നതല്ലേ? എടാ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്റ്റൈൽ ഉണ്ടാക്കണമെന്നാണ്. നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു സ്റ്റൈൽ ഉണ്ടാകണം. സ്റ്റൈല് ഇവിടെ ഒരു ഇപ്പോൾ സ്റ്റൈലുണ്ടോ? നോക്കൂ, നോക്കിയേ. അതെ, അത് ഇംപ്രസ് ചെയ്യണം കേട്ടോ, അല്ലാതെ ചിരിപ്പിക്കല്ലേ. ഇങ്ങനെ നടക്കണം, ഇങ്ങനെ. അതെ, ഇദ്ദേഹം ബാലുവാണ്. ഇദ്ദേഹം എങ്ങനെ ക്യാറ്റ് വാക്ക് ചെയ്യുന്നേ? ഞാൻ ചെയ്യും. പല്ലവിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നല്ല റെസ്റ്റോറന്റിലേക്ക് പോകണം. നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ വർക്കൗട്ട് ആകും. അങ്ങനെ ചെയ്തെങ്കിലും താഴെ വീഴും. നിങ്ങൾ ചേർഎടുത്ത് വെക്കാൻ നോക്കുന്നേ. ഓക്കെ. ജ്യൂസിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മോതിരം ഇടൂ. മോതിരം കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രപ്പോസ് ചെയ്യൂ. ഒട്ടും താമസിക്കരുത്. സംശയമുണ്ടോ? ഇനി എന്തായാലും ഭക്ഷണം കഴിക്കുന്ന നല്ലത്. ഞങ്ങള് വൃത്തികേടാണെന്നല്ലേ പറഞ്ഞേ? മുഴുവൻ വൃത്തികേടാക്കിയല്ലേ? കൈ കൊണ്ട് ചൊറിയിപ്പിച്ചല്ലേ? എവിടെയാണ് നിങ്ങളുള്ളത്? എന്റെ ഭക്ഷണം ചീത്തയാക്കി നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അമ്മേ, ഇത് ഞാൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചാവുന്നാ തോന്നുന്നേ. നീ എന്തിനാ നിന്റെ പുറം കൊണ്ട് മരം ചൊറിയുന്നത്? എടാ കഴുതേ, ഞാൻ മരം ഉപയോഗിച്ച് എന്റെ പുറം ചൊറിയുകയാണ്. കാര്യമൊക്കെ ഒന്ന് തന്നെയല്ലേ? തണ്ണിമത്തം കത്തിയിൽ വീണാലും കത്തി തണ്ണിമത്തലിൽ വീണാലും ചന്നം പിന്നെ മുറിഞ്ഞു പോകും. സംശയമുണ്ടോ? അഥവാ മുറിച്ചു കഴിഞ്ഞാലേ എന്നോട് കൂടി ഒന്ന് പറഞ്ഞേക്കണേ, എനിക്കും വേണൊരു കഷ്ണം. ഒന്നും മിണ്ടാതിരിക്കടാ, എന്റെ പുറം മുഴുവൻ ഇപ്പോൾ ചൊറിയാൻ തുടങ്ങിയതാണ്. എന്നാ വാ, തൽക്കാലം ഞാൻ നിനക്ക് ചൊറിഞ്ഞു തരാം. നീ എന്താ ചൊറിയാണോ അതോ പഴയ പ്രതികാരം വല്ലോ വീട്ടുകയാണോ? വേണ്ട, ഇത് ഒത്തിരി ഉണ്ട്. വലിയ സ്നേഹത്തോട് തരികയല്ലേ? കൊച്ചലിയെ മതി, ഇനി വേണ്ട. കൊച്ചളിയും തന്നാ ഇനി വേണ്ടെന്ന് പറയരുത്. ഒരുപാട് കഴിച്ചു, ഇനി വയ്യേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല. വലിയ തരുന്നതല്ലേ, കഴിച്ചോളൂ. അയ്യോ, ഇല്ലില്ല, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. അയ്യേ, അങ്ങനെ പറയാൻ പാടില്ല. കൊച്ചളി തരുന്നല്ലേ, കഴിക്കേ കഴിക്കേ. കണ്ടില്ലേ, അവസാനത്തെ പൂരി കഴിപ്പിച്ചത് ബണിയാണ്. ബണിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അതിനിത് തീർന്നെന്ന് ആരാ പറഞ്ഞേ? കണ്ടില്ലേ, അണിയുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും. ഹലോ സർ. അതെ സർ, അതെ, ഞാൻ ആ ഫയൽ സബ്മിറ്റ് ചെയ്തതാണല്ലോ. ജോർജോളൊപ്പം ഈ വീട്ടിൽ ഈച്ചയോ?
ഞാനിവിടെ ഉള്ളപ്പോ ഈ വീട് വൃത്തികേടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ. അയ്യോ. നീ എന്താ ഈ കാണിച്ചത്? നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എനിക്കെന്റെ വീട് വൃത്തികേടാക്കാൻ താല്പര്യമില്ല. വേഗം പുറത്തു പോകാൻ നോക്ക്. അളിയാ, ഇവൻ നമ്മളെ വൃത്തികെട്ടവന്മാരെന്നാ പറയുന്നത്. ഈ ലോകം മുഴുവൻ അത് പറയുന്നുണ്ട്. ഹേയ്, നിനക്ക് നിന്റെ വൃത്തിയാക്കലിൽ വലിയ അഹങ്കാരമാണല്ലേ? ഹേയ്, ഞങ്ങളിങ്ങനെ അപമാനിച്ചതിന് ഞങ്ങൾ ഉറപ്പായിട്ടും പ്രതികാരം വീട്ടിയിരിക്കും. എടാ, ഉള്ള സ്ഥലം മുഴുവൻ വൃത്തികേടാക്കിയിട്ട് ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ? നീ നോക്കിക്കോ, നിന്നോട് പ്രതികാരം വീട്ടാൻ ഞങ്ങൾ മിസൈൽ ഉണ്ടാക്കും. എന്റെ പൊന്നളിയാ, നീങ്ങുവാ. ഈ ഡോഗിയോടൊന്നും കൂടുതൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാ.